Dear students, now we are going to discuss traffic engineering. It is the third chapter of first module. Okay. Due to increase of population and as a people concentrate to live in towns and cities, vehicular traffic is increasing disproportionately. Population increase കൊണ്ടും and the people wish to live in towns അല്ലേ ടൗൺസിലാണ് അധികം പീപ്പിൾസ് ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ വെഹിക്കുലർ ട്രാഫിക് ഇൻക്രീസ് ഡിസ്പ്രൊപ്പോർഷനായിട്ട്. നിങ്ങൾക്ക് റോഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഇപ്പം കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്യാൻ പറ്റും. അത് പിന്നെ നല്ലതല്ലാത്ത ട്രാഫിക് റെഗുലേഷൻ കൊണ്ട് ആക്സിഡൻസും കൂടുതലാണ് നമ്മുടെ റോഡ്സിൽ. അതുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക് കൺട്രോള് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാഫിക് പ്ലാനിങ് വേണം. ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ നാഷണൽ ഹൈവേ ആണെങ്കിൽ ഒരു ട്രാഫിക് പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് റെഗുലേഷൻ, ഡയറക്ഷൻ ആൻഡ് വെഹിക്കുലർ ആൻഡ് പെഡസ്ട്രിയൻ ട്രാഫിക് ഓൺ എ റോഡ് അല്ലേ. ഈ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ വരുന്നത് ഡീൽസ് വിത്ത് റെഗുലേഷൻ, ഡയറക്ഷൻ ആൻഡ് വെഹിക്കുലർ. ഇതിൻ്റെയൊക്കെ വെഹിക്കുലർ ട്രാഫിക്കിൻ്റെയും പെഡസ്ട്രിയൻ ട്രാഫിക്കിൻ്റെയും റെഗുലേഷനും ഡയറക്ഷനാണ് ട്രാഫിക് എഞ്ചിനീയറിംഗിൽ വരുന്നത് on a road. Objective of traffic engineering: to have smooth and easy flow of traffic at intersection. ജംഗ്ഷനിലൊക്കെ ബ്ലോക്ക് ഒന്നും കിട്ടാണ്ട് സ്മൂത്ത് ആൻഡ് ഈസി ട്രാഫിക് അറ്റ് ഇൻ്റർസെക്ഷൻ. ടു അറേഞ്ച് കൺവീനിയൻറ്റ്, റാപ്പിഡ് ആൻഡ് എക്കണോമിക് ട്രാൻസ്പോർട്ട് ഓഫ് പേഴ്സൺസ് ആൻഡ് ഗുഡ്സ് അല്ലേ. ബ്ലോക്കിലൊന്നും കിട്ടാൻ പാടില്ല. കൺവീനിയൻറ്റും റാപ്പിഡും ആയിട്ടുള്ള പിന്നെ എക്കണോമിക് ട്രാൻസ്പോർട്ട് ഓഫ് പേഴ്സൺസ് ആൻഡ് ഗുഡ്സ്. ചരക്കിൻ്റെയും നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ കൺവീനിയൻറ്റും സ്പീഡും പിന്നെ അത്ര എക്കണോമിക്കും ആയിട്ടുള്ള ഒരു വേ അറേഞ്ച് ചെയ്യാന്നുള്ള. പിന്നെ ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്നത് ടു ഇൻക്രീസ് ദി സ്പീഡ്സ് ഓഫ് വെഹിക്കുലർ ട്രാഫിക് അല്ലേ. നമ്മുടെ റോഡിലൊക്കെ എഴുതി 35 നിട്ടിട്ട് റൗണ്ട് ചെയ്യുക. എന്താ 35 km/h അവിടെയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നത് ഗവൺമെൻറ്റൊക്കെ പറയുന്നത് സ്പീഡ് കൂട്ടാൻ പോകും, സ്പീഡ് പോരാ. അപ്പോൾ ടു ഇൻക്രീസ് സ്പീഡ്സ് ഓഫ് വെഹിക്കുലർ ട്രാഫിക് അങ്ങനെ നമ്മൾ ഓരോരോ മാറ്റങ്ങളൊക്കെ വരുത്തി റോഡൊക്കെ നന്നാക്കി അല്ലേ. അപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ടു ഇംപ്രൂവ് ദി ട്രാഫിക് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് റോഡ്സ്. റോഡ് വീതി കൂട്ടുക. അതുപോലെ നല്ല ബ്ലോക്ക് ഇട്ടാണ്ട് റോഡാണെങ്കിൽ നമുക്ക് ട്രാഫിക് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് റോഡ്സ് കൂട്ടാൻ പറ്റും. ടു ഇന്നോവേറ്റ് മെത്തേഡ്സ് ഫോർ ദി സേഫ് മൂവ്മെൻറ്റ്സ് ബോത്ത് പെഡസ്ട്രിയൻസ് ആൻഡ് വെഹിക്കിൾ. പുതിയ മെത്തേഡ്സ് ചെയ്യുക. ഇപ്പോൾ കൊച്ചിയിലൊക്കെ സൈക്കിളിന് പോകാൻ ഒരു ലൈൻ ഇട്ട് റോഡിൽ, അതിലൂടെ സൈക്കിൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നാടായതുകൊണ്ട് അവിടെ ആയിക്കൂടെ എല്ലാം പോകും, റോഡിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ മാറ്റങ്ങൾ. ടു ഫൈൻഡ് മെത്തേഡ്സ് ഓഫ് ട്രാഫിക് കൺട്രോൾ ടു അവോയ്ഡ് ആക്സിഡൻസ് അല്ലേ. പുതിയ മെത്തേഡ്സ് കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ട്രാഫിക് കൺജഷൻ. ഇങ്ങനെ ഉള്ള ബ്ലോക്സും കൺജസ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് അടുത്തടുത്ത് ഇങ്ങനെ ഓടിക്കൂല പോലെ അത് റെഡ്യൂസ് ചെയ്യാൻ കൂടിയാണ് ട്രാഫിക് എഞ്ചിനീയറിംഗ്. ടു അവോയ്ഡ് ഡിലേ ഇൻ ജേർണീസ് ഓൺ റോഡ്സ്. റോഡ് ജേർണിയിലെ ഡിലേ ഒഴിവാക്കുക. ട്രാഫിക് സ്റ്റഡീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് ടു ഫൈൻഡ് ദ റീസൺ ഫോർ ദി റോഡ് ആക്സിഡൻറ്റ് ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ദ റോഡ് എലമെൻറ്റ്സ് ഫോർ സച്ച് ആക്സിഡൻറ്റ്സ്. റോഡ് ആക്സിഡൻറ്റിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക ആൻഡ്
to establish road elements for such accidents. To examine the facilities provided in the road and to suggest improvement in road carrying capacity. റോഡിലുള്ള ഫെസിലിറ്റീസ് പരിശോധിക്കുക, പിന്നെ സജസ്റ്റ് ചെയ്യുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള റോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജസ്റ്റ് ചെയ്യുക ഇമ്പ്രൂവ്മെൻറ്റ്. ടു കളക്ട് ഡാറ്റ ഫോർ സ്യൂട്ടബിൾ ജിയോമെട്രിക് ഡിസൈൻ ഓഫ് വേരിയസ് കോമ്പോണൻറ്റ്സ് ഓഫ് റോഡ്സ്. അല്ലേ, റോഡിൻ്റെ ഡിസൈന് വേണ്ട ജിയോമെട്രിക് ഡിസൈന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യുക. ടു ഫൈൻഡ് നാച്ചർ ഓഫ് ട്രാഫിക് അറ്റ് പ്രസൻറ്റ് ആൻഡ് ടു ഫോർകാസ്റ്റ് ഹിസ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. അല്ലേ, നമ്മൾ അത് ഞാൻ കുറേ സർവേയും ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിലൂടെ എത്ര 4 വീലർ പോകുന്നു, എത്ര 2 വീലർ പോകുന്നു, 3 വീലർ പോകുന്നു, എത്ര ട്രക്സ് പോകുന്നു എന്നൊക്കെ ഉള്ള ഒരു സർവേ ഉണ്ട്. ഇതിൽ വരുന്നൊരു സർവേ ഉണ്ട്. അത് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് എത്ര, അല്ലേ, അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വണ്ടി കൂടിക്കൊണ്ടിരിക്കുന്നു റോഡിൽ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എത്ര, എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, ആ ജംഗ്ഷനിൽ അവിടെ പുതിയ എന്തൊക്കെ ഡിസൈൻ വരണം, ഡിവൈഡർ വേണോ, ഇവിടെ സിഗ്നൽ ലൈറ്റ് വെക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിലേക്കുള്ളത് പ്രഡിക്റ്റ് ചെയ്യുക, അത് ഫൈൻഡ് ചെയ്യുക. ടു ഡിറ്റർമൈൻ ദി ഫെസിലിറ്റീസ് ഫോർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഓൺ റോഡ്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുക. ടു സജസ്റ്റ് ദി മെത്തേഡ്സ് ഫോർ കൺട്രോളിങ് മെഷേഴ്സ് ഫോർ സ്പീഡ്. സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക. ദ വേരിയസ് ട്രാഫിക് സ്റ്റഡീസ്. അല്ലേ, വേരിയസ് ആയിട്ടുള്ള ട്രാഫിക് സ്റ്റഡീസ്, ട്രാഫിക് വോളിയം സ്റ്റഡി, സെക്കൻഡ് വൺ സ്പീഡ് സ്റ്റഡി, അതിനകം തന്നെ സ്പോട്ട് സ്പീഡ് സ്റ്റഡി, സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡി, തേർഡ് വൺ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, ഫോർത്ത് വൺ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ഫിഫ്ത്ത് വൺ ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡി, സിക്സ്ത് വൺ പാർക്കിംഗ് സ്റ്റഡി, സെവൻത്ത് വൺ ആക്സിഡൻറ്റ് സ്റ്റഡീസ്. ഫസ്റ്റ് വൺ ട്രാഫിക് വോളിയം സ്റ്റഡി. ട്രാഫിക്കിൻ്റെ വോളിയം എങ്ങനെ സ്റ്റഡി ചെയ്യാൻ നോക്കുക. വോളിയം ഈസ് എക്സ്പ്രസ്ഡ് ആസ് നമ്പർ ഓഫ് വെഹിക്കിൾ ക്രോസിംഗ് എ സെക്ഷൻ ഓഫ് റോഡ് പെർ യൂണിറ്റ് ടൈം അറ്റ് എനി സെലക്റ്റഡ് പീരിയഡ്. അല്ലേ, ഒരു യൂണിറ്റ് ടൈമിൽ ഏതെങ്കിലും പീരിയഡിൽ നമ്മൾ മോർണിംഗ് പീക്ക് നിങ്ങൾക്ക് അറിയില്ല, രാവിലെ ഇപ്പോൾ മൺഡേ ഒക്കെ ആണെങ്കിൽ നല്ലതൊക്കെ, അല്ലെങ്കിൽ ഈവനിങ് പീക്കിലൊക്കെ ഉള്ള യൂണിറ്റ് ടൈമിലുള്ള ഒരു വെഹിക്കിൾ ക്രോസിങ് എ സെക്ഷൻ ഓഫ് റോഡ്, ഒരു ജംഗ്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് റോഡിൽ ക്രോസ് ചെയ്യുന്ന ഇതിൻ്റെ വോളിയം എടുക്കുന്നതാണ്. നമ്പർ ഓഫ് വെഹിക്കിൾസിൽ തന്നെ ആസ് നമ്പർ ഓഫ് വെഹിക്കിൾ ക്രോസിങ്. അല്ലേ, നമ്പർ ഓഫ് വെഹിക്കിൾസിലാണ് എടുക്കുക. ഒരാളൊക്കെ മാനുവലായിട്ട് അധികം എടുക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ റോഡിൻ്റെ സൈഡിലൊക്കെ കാണാൻ ഒരു വയർ ഇങ്ങനെ കാണുന്നത്, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബ്ലാക്ക് വയർ. അതിലൂടെ പോകുന്ന ഇതിൽ ലോഡ് എടുക്കുന്ന സ്ട്രെയിൻ ഗേജസ് ഉണ്ടാവും, അതിലൂടെ അറിയാൻ പറ്റും. പക്ഷേ അതിൽ ലൈറ്റ് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. മാനുവലായിട്ട് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അക്യുറേറ്റ്. പിന്നെ മെഷേർഡ് ബൈ ഞാൻ പറയില്ലേ, മെഷേർഡ് ബൈ മാനുവൽ ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ്. ഇത് മാനുവലായിട്ടോ ഓട്ടോമാറ്റിക് കൗണ്ടേഴ്സ് വെച്ചോ അത് മെഷർ ചെയ്യാം. നമ്മൾ മാനുവലായിട്ട് ഓരോ ജംഗ്ഷനിലും അവിടെ 2-3 ആൾക്കാരെ നിർത്തും, ഒരാൾ വലിയ വെഹിക്കിൾസ് എടുക്കും, അങ്ങനെ. ദി സ്റ്റഡി ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ആർ ടു ബി കൗണ്ടഡ് ഇൻക്ലൂഡിങ് ഡിറക്ഷൻ ഓഫ് വെഹിക്കിൾസ്. ഇപ്പോൾ ടുവാർഡ്സ് കാലിക്കറ്റ്, ടുവാർഡ്സ് മലപ്പുറം, അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതിനകത്തുണ്ടാവും. ടുവാർഡ്സ് വളാഞ്ചേരി, അങ്ങനെയൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ അതിൽ എത്ര 4 വീലർ പോയി, എത്ര 2 വീലർ പോയി, എത്ര 3 വീലർ പോയി, എത്ര ട്രക്ക് പോയി, അതൊക്കെ മാർക്ക് ചെയ്യാനുള്ള കോളം അതിനകത്തുണ്ടാവും. അങ്ങനെയാണ് ട്രാഫിക് വോളിയം സ്റ്റഡി നടത്തുന്നത്. This counting should be done on hourly basis and peak hour flow should also be noted. അല്ലേ, hourly ബേസിസിലാണ് ഇത് എടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞായിരിക്കും പീക്ക് അവർ ബേസിസിൽ നോട്ട് ചെയ്യുക. അല്ലേ, മോർണിംഗ് പീക്ക് ഉണ്ടാവും. മോർണിംഗ് എല്ലാവരും ഓഫീസിലും ജോലിക്ക് പോകുന്ന ടൈമാണെങ്കിൽ അപ്പോൾ ഒരു പീക്ക് ഭയങ്കര റഷ് ആയിരിക്കും, അപ്പോൾ എടുക്കും. അപ്പോഴാണ് നമുക്ക് പീക്ക് ട്രാഫിക്കിൽ സ്റ്റഡി നടത്തേണ്ടത്, വോളിയം സ്റ്റഡി നടത്തേണ്ടത്. അതുപോലെ ഈവനിങ് പീക്ക് ഉണ്ട്, എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന ടൈം, കോളേജ് വിടുന്ന ടൈം, അതിലൊക്കെയാണ് ഇത് കൗണ്ട് ചെയ്യുക. ദീസ് ഇൻഫർമേഷൻ ഈസ് യൂസ്ഡ് ഇൻ റോഡ് പ്ലാനിങ്, റെഗുലേഷൻ ആൻഡ് കൺട്രോൾ. ഈ ഇൻഫർമേഷൻ റോഡ് പ്ലാനിങ്ങിലും
റെഗുലേഷനിലും ഡിസൈനിലൊക്കെ യൂസ് ചെയ്യും. സെക്കൻഡ് വൺ, സ്പോട്ട് സ്പീഡ് സ്റ്റഡി. സ്പീഡ് സ്റ്റഡിയിൽ തന്നെ വരുന്ന സ്പോട്ട് സ്പീഡ് സ്റ്റഡിയാണ്. The actual speed may varies from place to place and time to time and depending upon several factors. സ്പീഡ് വേരി ചെയ്തുകൊണ്ടും സ്ട്രൈറ്റ് റോഡൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടാവും. അങ്ങനെ സ്പോട്ട് സ്പീഡ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഓഫ് വെഹിക്കിൾ അറ്റ് എ സ്പെസിഫിക് സെക്ഷൻ. ഒരു സെക്ഷനിൽ നമ്മളൊരു സെക്ഷൻ കുറച്ച് സെക്ഷനിൽ നിന്ന് അവിടെ വെഹിക്കിളിൻ്റെ സ്പീഡാണ് ആ സ്പോട്ട് സ്പീഡ്. ആവറേജ് സ്പീഡ് ഇറ്റ് ഈസ് ആവറേജ് ഓഫ് സ്പോട്ട്സ് ഓഫ് ഓൾ വെഹിക്കിൾസ് പാസിങ് എ ഗിവൺ പോയിന്റ് ഓൺ ദി ഹൈവേ. ഒരു പോയിന്റിലൂടെ പോകുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെയും സ്പീഡിൻ്റെ ആവറേജാണ് ആവറേജ് സ്പീഡ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പീഡ്, ബിഹേവിയർ ഓഫ് ഡ്രൈവർ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പീഡ്, ബിഹേവിയർ ഓഫ് ഡ്രൈവർ, ട്രാഫിക് കണ്ടീഷൻ. ഡ്രൈവറിൻ്റെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ സ്പീഡ്. ട്രാഫിക് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യും. കൺജസ്റ്റഡ് ആണെങ്കിൽ സ്പീഡ് കുറയും. ട്രാഫിക് ലോസ് ആൻഡ് ദെയർ എൻഫോഴ്സ്മെൻറ്റ്. ട്രാഫിക് ലോസ് ഇതാക്കി വയലേറ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ കുറേ നല്ല റാഷ് ഡ്രൈവിങ്ങും ഒക്കെ ഉണ്ടാവും. വെതർ ആൻഡ് വിസിബിലിറ്റി കണ്ടീഷൻ, കാലാവസ്ഥേനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ വിസിബിലിറ്റി, ഞാൻ പറഞ്ഞത് സ്ട്രൈറ്റ് റോഡിൽ നല്ല സ്പീഡ് ഉണ്ടാവും. വിസിബിലിറ്റി ആകുമ്പോൾ സ്പീഡ് കൂടും. വിസിബിലിറ്റി ഉണ്ടാവും. ടൈപ്പ് ഓഫ് ട്രാവൽ ആൻഡ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ. നല്ല വെഹിക്കിളാണെങ്കിൽ, നല്ല കണ്ടീഷനുള്ള വെഹിക്കിളാണെങ്കിൽ നല്ല പോലെ ഓടിക്കും. പിന്നെ റോഡ് ജോമെട്രിക്സ് ലൈക്ക് ക്യാമ്പർ ആൻഡ് ഗ്രേഡിങ്. അതിൻ്റെ ക്യാമ്പറും സ്ലോപ്പും കാര്യങ്ങളും അതിൻ്റെ ഹൈറ്റും ഒക്കെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും സ്പീഡിനെ. ഒബ്ജക്റ്റീവ് ഓഫ് സ്പീഡ് സ്റ്റഡി അല്ലേ? ടു ഡിസൈഡ് സ്പീഡ് ട്രെൻഡ്, ടു കളക്ട് data for planning, traffic control and regulations, to analyze the road accidents, to collect data for alteration to be made in the geometric design of existing highway. ഇതിനകത്ത് ഒബ്ജക്റ്റീവ് ഓഫ് സ്പീഡ് സ്റ്റഡി ടു ഡിസൈഡ് സ്പീഡ് ട്രെൻഡ്. സ്പീഡ് ട്രെൻഡ് എങ്ങനെയാണ് പഠിക്കാൻ. ടു കളക്ട് ഡാറ്റ ഫോർ പ്ലാനിങ്, ട്രാഫിക് കൺട്രോൾ ആൻഡ് റെഗുലേഷൻ. ട്രാഫിക് കൺട്രോളിൽ വരുത്തുന്നത് 1 വേ ആക്കണോ 2 വേ ആക്കണം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവില്ലേ. അവിടെ ട്രാഫിക് ഡിവൈഡർ വെക്കണം, അങ്ങനത്തെ ഉള്ള അതിന് വേണ്ടിയുള്ള ഡാറ്റ കളക്ഷൻ. ടു അനലൈസ് ദി റോഡ് ആക്സിഡൻറ്റിനെ അനലൈസ് ചെയ്യുക. ടു കളക്ട് ഡാറ്റ ഫോർ ആൾട്രേഷൻ ടു ബി മെയ്ഡ് ഇൻ ദി ജിയോമെട്രിക് ഡിസൈൻ ഓഫ് എക്സിസ്റ്റിംഗ് ഹൈവേ. ഡാറ്റ കളക്ട് ചെയ്യുക, ഈ ഹൈവേയിൽ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, the remaining factors various traffic studies we will discuss in the coming presentation. Okay, thank you.